അത് സുന്ദരയ്യയുടെയും ബസവ പൂനയ്യയുടെയും പിൽക്കാലത്ത് സുർജിത്തിൻ്റെയും EMSൻ്റെയും ഒക്കെ പാർട്ടിയായിരുന്നു. ആ പാർട്ടി ഇന്നില്ലല്ലോ. ഇന്നുള്ളത് ഈ പല്ലവഗ്രാഹികളായിട്ടുള്ള വൃന്ദ കാരാട്ട്, അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട് മുതലായ ആളുകളുടെയാണ്. അവർക്ക് എന്ത് ജനപിന്തുണയുണ്ട്, അവർക്ക് എങ്ങനെ ഡൽഹിയിൽ നിന്ന് പിഴക്കാൻ പറ്റും എന്ന് നമുക്കറിയാം. ഇവിടെ നിന്ന് കിട്ടുന്ന, ഇവിടെ ബക്കറ്റ് പിരിവ് നടത്തി സമാഹരിക്കുന്ന പൈസ കൊണ്ടാണ് ഈ AKG ഭവനിൽ അവിടെ കറണ്ട് ബില്ലടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇനിയും എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ ഇരിക്കണമെങ്കിൽ ഇവിടെ നിന്നുള്ള പണം ചെല്ലണം. അപ്പോൾ ഒരേ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് കേരളത്തിലെ CPM, ഇവിടുത്തെ DYFIക്കാർ പിരിക്കുന്ന പൈസയാണ്. അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറമുള്ള വിരട്ടലും വിലപേശലുമൊന്നും അത് കാരാട്ടാണെങ്കിലും ശരിയാണ്, യെച്ചൂരി ആണെങ്കിലും ശരിയാണ്, വേറെ ആരാണെങ്കിലും ശരിയാണ്, പിണറായി വിജയനോട് നടക്കുകയില്ല. നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഭരണത്തോട് പല വിപ്രതിപത്തിയും ഉണ്ട്, പാർട്ടിക്കാർക്ക് തന്നെ ഉണ്ട്, ഇടതുപക്ഷത്തുള്ള മറ്റ് പാർട്ടികൾക്കുണ്ട്, ഇടതുപക്ഷ സഹയാത്രികൾക്കും അനുഭാവികൾക്കും ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തെ മാറ്റാനോ അല്ലെങ്കിൽ മറ്റ് ഒരു കറക്റ്റീവ് മെഷർ എടുക്കാനൊന്നും സാധിക്കുകയില്ല. ഈ വയസ്സുകാലത്ത് അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റാനും പറ്റുകയില്ല. പിന്നെ എൻ്റെ അഭിപ്രായം, ക്രൂരമായ അഭിപ്രായമാണെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മറിയക്കുട്ടി ചേച്ചി പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളിലും കിടക്കും. കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത്. 2016 അച്യുതാനന്ദന് ചെയ്ത വോട്ട് തെറ്റി അദ്ദേഹത്തിന് കിട്ടിയതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ 2021 അദ്ദേഹത്തിന് കിട്ടിയ മാൻഡേറ്റാണ്. അദ്ദേഹത്തിന് 5 കൊല്ലം ഭരിക്കാനുള്ള മാൻഡേറ്റ് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തതിന് ജനങ്ങൾക്ക് ന്യായമായ ശിക്ഷ കിട്ടിയാൽ മതിയാവും. അപ്പോൾ ജനങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് അവരനുഭവിക്കുന്നത്. അതിൽ നമ്മൾ ആര് വിചാരിച്ചാലും തടയുന്നത് ശരിയല്ല. കാരണം 5 കൊല്ലത്തേക്കാണ് ആ ജനങ്ങൾ അവരെ തന്നെ ശിക്ഷിച്ചിരിക്കുന്നത്. ആ ശിക്ഷ ജനങ്ങൾ അനുഭവിച്ചാൽ മതിയാവും. അപ്പോൾ അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് സഹതപിക്കേണ്ട ആവശ്യമില്ല. അത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകൾ ഇത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്, അവരനുഭവിക്കട്ടെ എന്നല്ലാതെ ഒന്നും പറയാനില്ല. പണ്ട് നമ്മുടെ യശശരീരിയായ ജോസഫയും പറഞ്ഞ പോലെ അനുഭവിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാൻ. അത് ശരി തന്നെ, അനുഭവിക്കേണ്ട. ഈ ഇത്രയും കള്ളന് ഈ കയറ്റിയവർ അനുഭവിക്കണം. അതിൻ്റെ കൂടെ ഞങ്ങൾ നിരപരാധികൾ അനുഭവിക്കണം. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് നടക്കുന്നത്. ഒരാൾ ഇതിന്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോൾ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണമല്ലോ. ആ മാറ്റലാണ് നടക്കുന്നത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ ആ ബസ്സിന്റെ മുമ്പിൽ ഇരിക്കുകയല്ലേ, എൻ്റെ കൺമുന്നിലല്ലേ ഇത് നടക്കുന്നത്. അവരിങ്ങനെ തള്ളി മാറ്റുകയാണ് അയാളെ. ഇതെല്ലാം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന കാര്യമല്ലേ. അതൊരു അക്രമമാണ്. അത് ബസ്സിന്റെ മുന്നിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള, ജീവൻ രക്ഷിക്കാനുള്ള മാർഗമാണ്. അവിടെ നിങ്ങൾക്ക് വേദന പറ്റുമോ നോക്കിയിട്ട് കാര്യമില്ല. അയാളെ പെട്ടെന്ന് തള്ളി മാറ്റലാണ് പ്രധാനം. ഒരു തീവണ്ടി വരുന്നു, ഒരാൾ അവിടെ കടന്നുപോയി, അയാൾ എടുത്തെറിയില്ലേ? ചിലപ്പോൾ അയാൾ എടുത്തെറിഞ്ഞാൽ അയാൾക്ക് അപകടം പറ്റുമെന്നാണോ ചിന്തിക്കുക? അയാൾ ജീവൻ രക്ഷിക്കുന്നതല്ലേ പ്രധാനം. ആ ജീവൻ രക്ഷാ രീതിയാണ് DYFIക്കാർ സ്വീകരിച്ചത്. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത്രയൊക്കെ പറയണ. ഇതുപോലെ ഒരു വൃത്തികെട്ട മുഖ്യമന്ത്രി ഒരു രാജ്യത്തും ഇല്ല. ഇതുപോലെ കള്ളൻ, നോണ പറയണേ കള്ളൻ. കുറച്ച് പോലീസുണ്ട്, കുറച്ച് ക്രൈംബ്രാഞ്ചുണ്ട്, SPIക്കാരുണ്ട്, താറാവുണ്ട്. അല്ല അങ്ങനെയാ ആ പോലീസ് വന്നാട്ടെ അപ്പോൾ ഇതൊക്കെ കിട്ടിയ ആൾക്കാരും കണ്ട ആൾക്കാരും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ, യാതൊരു സങ്കോചവുമില്ലാതെ പിന്നെ ആവർത്തിച്ച് പറയുകയാണ് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ജീവൻ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്, ഗവൺമെൻറ് ജോലി ഇതുപോലെ വാഹനത്തിൽ ഇറങ്ങിത്തല്ലലാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആളുകൾ എന്തുമാത്രം വിശ്വസിക്കും, എത്രമാത്രം ഇത് വിലപ്പോവും എന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചല്ലോ. ജനങ്ങളും ഒരു തരത്തിലുള്ള ജീവൻ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. കാരണം ഇത് ഇനിയും തുടർന്ന് പോയാൽ CH മുഹമ്മദ് കോയ പണ്ട് പറഞ്ഞ പോലെ മനുഷ്യൻ്റെ തലയും തെങ്ങിൻ്റെ കുലയും രക്ഷിക്കാൻ വേറെ യാതൊരു മാർഗവും ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇങ്ങനെ ഒരു ജനവീഥിയിലേക്ക് എത്തിയത്. അതുകൊണ്ടാണ് വടകരയിൽ, അതുകൊണ്ടാണ് കോഴിക്കോട്ട്, അതുകൊണ്ടാണ് കണ്ണൂർ, കാസർഗോഡ് ഇടതുപക്ഷത്തിൻ്റെ വലിയ കോട്ടകളാണ്. ഈ കോട്ട കൊത്തളങ്ങളിൽ പോലും ഇതുപോലൊരു എൻ്റെ ഗവൺമെൻറ് ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബസ്, ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു. അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് കണ്ടത്. അവർ തള്ളി മാറ്റി തന്നെയായിരുന്നു. അത് ഗവൺമെൻറ് എൻ്റെ കൺമുന്നിൽ കണ്ടതല്ലേ ഞാൻ പറയാം. എൻ്റെ കൺമുന്നിൽ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ കൺമുന്നിൽ കണ്ടത് ഇതാണ്.
അതെ, ദൃശ്യമാധ്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ദൃശ്യമാധ്യമം ഞാൻ കണ്ടിട്ടില്ല. അതെ, ദൃശ്യമാധ്യമത്തിൽ വന്നത് ഞാൻ കണ്ടിട്ടില്ല. ഓ, ഓണ പറയണേ എന്തൊക്കെയാ ചെയ്തേ? എന്തൊക്കെയാ ചെയ്തേ? പോലീസ് അല്ല അന്ന് ചെയ്ത്, പട്ടി വരെ ആ പിള്ളേരെ തല്ലിയില്ലോ. ഈ എസ്.എഫ്.ഐക്കാർ കന്യമാസി കൊയ്ത്ത് കഴിഞ്ഞാൽ ഈ താറാവിനെ ഇറക്കുന്ന മാതിരിയാണ്. പെണ്ടായി ഇറങ്ങുമ്പോൾ ആ കൂടെ ഇറങ്ങുകയാണ് താറാവിൻ്റെ കൂട്ട് പുഞ്ചക്കണ്ണത്തിലേക്ക് എന്ന് പറഞ്ഞോണ്ട് ഇറങ്ങി ഉള്ള പിള്ളേരെ യൂത്ത് കോൺഗ്രസ് പിള്ളേരെ അടിച്ചു, പൂച്ചാട്ടിക്കും അല്ലാത്തവനൊക്കെ കാണുന്ന പട്ടിയും പൂച്ചയും എല്ലാവരും അടിച്ചു. അത് ശരിയാണോ? അത് ശരിയാണോ? മുസ്ലിം ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ വിചാരിക്കും ഇയാൾ മറ്റേ വിഭാഗത്തിൽപ്പെട്ടവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളം പറയുകയാണ്. അപ്പോൾ അവർക്ക് പുള്ളിയുടെ തനിനിറം മനസ്സിലാവും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ. ഇവിടെ ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഹമാസ് അനുകൂല റാലികൾ നടത്തുകയും ഹമാസിനെ അനുകൂലിക്കാത്തവരൊക്കെ ഇസ്രായേലിൻ്റെ സിൽബന്തികളാണ് എന്ന് പറയും. ശശി തരൂരിനെതിരെ എന്തൊക്കെ അതിക്രമങ്ങളാണ് ഇവർ പ്രചരിപ്പിച്ചത്. അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ശശി തരൂർ ജയിച്ചു എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തുള്ള ഏറെക്കുറെ എല്ലാ മുസ്ലിങ്ങളും ക്യൂ നിന്ന് തരൂരിന് തന്നെ വോട്ട് ചെയ്തു. അപ്പോൾ ഹമാസ് അല്ല വിഷയം. ഇതൊക്കെ മുതലെടുപ്പിന് വേണ്ടി നടത്തുന്ന പല പോരാട്ട നാടകങ്ങളാണ്. അങ്ങനെയുള്ള നാടകങ്ങൾക്ക് കിട്ടിയ വലിയ തിരിച്ചടിയാണ്. ഉദാഹരണത്തിന് നമ്മുടെ സുഹൃത്ത് ഇളമരം കരീം ക എന്ന പേരിൽ കോഴിക്കോട്ട് മത്സരിച്ചു. എന്നിട്ട് വല്ല വിശേഷം ഉണ്ടായോ? ഇല്ല. കോഴിക്കോട്ടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും ക്യൂ നിന്ന് എം കെ രാഘവൻ വോട്ട് ചെയ്തു. കാരണം അവർക്ക് കരീം കായേക്കാൾ വിശ്വാസം രാഘവേട്ടനെയാണ് എന്നുള്ളതുകൊണ്ടാണ്. ഷാഫി പറമ്പിലിനെതിരെ എത്ര നീചമായ ആരോപണമാണ് ഉന്നയിച്ചത്. കാഫർ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. അവസാനം ഇപ്പോൾ കാഫറിൻ്റെ സ്ഥിതി എന്താ? കെ ലതിക XMLA അവരുടെ ഫേസ്ബുക്ക് പേജ് പൂട്ടി, അത് ലോക്ക് ചെയ്ത് സ്ഥലം വിട്ടു. പിന്നെ പിണറായിയുടെ പോലീസായിട്ട് വലിയ അന്വേഷണം നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇതിനൊക്കെ കിട്ടിയ ഒരു തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അത് പാർട്ടി അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കുന്നത് എനിക്ക് വിശ്വാസവുമില്ല, പ്രതീക്ഷിക്കാനും നിവൃത്തിയില്ല. ഈ തെരഞ്ഞെടുപ്പ് വളരെ സന്തോഷമല്ലേ? അതിയായ സന്തോഷത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഈ പിണറായിനെ എത്രയും വേഗം കടലിൽ ചാടിക്കണം എന്നുള്ള സന്തോഷമാണ്. പെൻഷൻ അയാൾ പോയിട്ട് കിട്ടിയാലും മതി, അയാളുടെ ഇല്ലായ്മയായിട്ട് ഞങ്ങൾക്ക് കിട്ടിയാലും മതി. ഏറ്റവും വലിയ വിഷയം അയാളാണ്. കാരണം ഈ എത്ര കൊലപാതകം നടത്തി അയാൾക്ക് സന്തോഷമല്ലാതെ ഒരു ദുഃഖം ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഈ സമരമൊക്കെ ചെയ്തു, ആദ്യം 1-2 മാസത്തെ പെൻഷൻ കിട്ടി, പിന്നെ പെൻഷൻ കിട്ടിയോ? ഇനി 6 മാസമുണ്ട്. 6 മാസമുണ്ട്. കാരണം ഈ പിണറായിയുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നില്ല. ഈ ഖജനാവിൽ ജനങ്ങളുടെ കാശായി, ജനങ്ങളുണ്ടാക്കുന്ന കാശായി നികുതിപ്പണം. ആ പണത്തിൽ ഓഹരി മതി ഞങ്ങൾക്ക്. ഇവർക്ക് ഈ ആണ്ടുകൊല്ലോ ഈ മന്ത്രിമാർക്ക് 3-4 ലക്ഷം ശമ്പളം ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾക്കൊരു 10,000 ആക്കിയാൽ തന്നെ കുഴപ്പം. അതുകൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശം നല്ല സമരം നടത്താനാണ് പ്ലാൻ. ഈ വഴിയിൽ പിണറായി ഞങ്ങൾ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ നടത്തും, ഇവരെ ഇറങ്ങിപ്പോകുന്നോടം വരെ. നാട്ടിൽ 2 അസംബ്ലി സെഗ്മെൻറ്റുകളിലെങ്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി BJPയുടെ പുറകിൽ പോയിരുന്നു. മറ്റ് 2 സ്ഥലങ്ങളിൽ BJPയെക്കാളും 100-150 മാത്രം വോട്ടുകൾക്ക് മുന്നിലെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് തൃശ്ശൂർ ആ BJP സ്ഥാനാർത്ഥിക്ക് LDFകാരടക്കം വോട്ട് മാറ്റിച്ചത്. ഇതൊക്കെ തന്നെയാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത്, മറ്റ് പല സ്ഥലങ്ങളിലും സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ, അടിസ്ഥാന വർഗം എന്ന് വെച്ചാൽ അടി കൊള്ളുന്ന വർഗം എന്നുള്ള അർത്ഥമല്ലല്ലോ ഉള്ളത്. അപ്പോൾ അടി കൊള്ളുന്നവർക്ക് തിരിച്ചടിക്കാനുള്ളൊരു അവസരം അവർക്ക് ലാത്തി കൊണ്ട് അടിക്കാൻ പറ്റില്ല. അവർ ചൂണ്ടുവരലുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ചെയ്ത അവരുടെ തിരിച്ചടിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ തല്ലിന് ഒരു അടിക്ക് തിരിച്ചടി ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് കൊള്ളാം, പാർട്ടിക്കും കൊള്ളാം, സർക്കാരിനും കൊള്ളാം, പ്രസ്ഥാനത്തിനും കൊള്ളാം. അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ സംഭവിച്ച പോലെ ഇവിടെ സംഭവിക്കും, ത്രിപുരയിൽ സംഭവിച്ച പോലെ സംഭവിക്കും, അല്ലെങ്കിൽ കിഴക്കൻ ജർമ്മനിയിലും റുമാനിയയിലും റഷ്യയിലും സംഭവിച്ച പോലെ സംഭവിക്കും. എല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളെ ഏൽക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. കാണേണ്ട കാര്യം എന്താണെന്നറിയോ? മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ, അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നീ പോയിട്ട് നിൻ്റെതായ കമ്പനി തുടങ്ങും, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കം ഉണ്ടാകും. യോഗത്തിൽ പറഞ്ഞല്ലോ,
ഈ SFIക്കാരെന്ന് പറഞ്ഞാൽ എന്നതാ? കൊച്ചങ്ങളെ പള്ളിക്കുടുത്തി ഇടാൻ നിവൃത്തിയുണ്ട്. SFI എന്ന് പറഞ്ഞാൽ അവരെ ഈ കേരളത്തിൽ നിന്ന് തൂത്ത് തെറിപ്പിച്ച് കളഞ്ഞില്ല കേരളം ഉണ്ടാവില്ല. അവരെ ചെങ്കൊടി എന്ന് തീരും അന്ന് നമ്മുടെ കേരളം നന്നാവുള്ളൂ. ചെങ്കൊടി. അപ്പോൾ നിങ്ങൾക്കൊക്കെ പെൻഷൻ തരാത്തത് കൊണ്ടാണ് ഇങ്ങനെ തോൽവി ഉണ്ടായതെന്നാണ് ഇവരുടെ പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത്. അല്ല, പെൻഷനുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നതുണ്ട്. നമ്മുടെ വയനാട്ടിൽ ആ കൊച്ചിനെ 1 മാസത്തോളം തുണി കൊടുക്കാൻ പോലും പീഡിപ്പിച്ചത്. പിന്നെ ആ തിരുവനന്തപുരത്ത് ആ മേയർ, ആ കൂലിപ്പണിക്കാരനായ കൊച്ച് വണ്ടി ഓടിക്കാൻ പോയിട്ട് അവൾ അതിന് ചുറ്റിക്കറങ്ങി ആ മുൻമേലാക്കി തീർക്കുകയായിരുന്നേ. കാരണം ആ പയ്യനെങ്ങാണ്ട് പള്ളിക്കുടുതിയെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പെണ്ണുമ്പിളേനെ തുണി പൊക്കി കാട്ടിയിരുന്നു. അത് എപ്പോഴാണ് ഏത് സമയത്താണ് നിങ്ങളുടെ ആ നാളും നാഴികയും കൂടെ ഒന്ന് ജനങ്ങൾക്കൊന്ന് പറഞ്ഞു നന്നായിരിക്കും മേയർ. കാരണം അത് പിണറായി പറയിപ്പിച്ചാന്ന് എനിക്ക് തോന്നണേ. എങ്ങനെ ആയാലും എന്നായാലും ജനങ്ങൾ കണ്ടായാലും പറയാതിരിക്കുകയല്ല. ജനങ്ങൾ കണ്ട കാര്യം ആ കൊച്ചൻ്റെ ഇട്ട് കറക്കിയത് അതിന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് എത്ര ഒത്തുതീർപ്പായാലും ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഭരണം പോകുന്നോടെ വരെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് വരെ ഈ പാർട്ടിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. തെറ്റ് പറ്റിയത് നാട്ടുകാർക്കാണ് എന്ന് വിചാരിക്കുന്നവരാണ്. 1964 മുതൽക്ക് 2024 വരെ പാർട്ടി അംഗീകരിച്ചിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്, രീതിശാസ്ത്രം, ജനങ്ങൾക്ക് തെറ്റുപറ്റും, പാർട്ടിക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഈ പാർട്ടി അതിൻ്റെ അസ്ഥിവാരം ഉറപ്പിച്ചിട്ടുള്ളത്. ഇതേ വിശ്വാസമാണ് റഷ്യയിൽ സഖാവ് സ്റ്റാലിനുണ്ടായിരുന്നത്. ഇതേ വിശ്വാസമാണ് റൊമാനിയയിൽ സഖാവ് ചൗഷസ്ക്യൂനുണ്ടായിരുന്നത്. ഇതേ വിശ്വാസമാണ് കിഴക്കൻ ജർമ്മനിയിൽ എറിക് ഹോണേക്കർക്കുണ്ടായിരുന്നത്. അവിടേക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. കോൺഗ്രസ് പാർട്ടിയുടെ വളരെ പ്രധാന ഇതിൻ്റെ പേരിലൊരു കേസ്, അത് എന്തോ ഒരു കൗതുകം പോലെയാണ് ആദ്യം തോന്നിയത്. കാരണം നിസ്സാര കാര്യമാണ്. പിന്നെ നമ്മുടെ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പറയും അങ്ങനെ ഒരു കേസ് അവർ ആരെയും മൈക്ക് സെറ്റ് ചരിത്രത്തിൽ വന്നിട്ടില്ല. 7 സെക്കൻഡ് മൈക്ക് ഹൗൾ ചെയ്തതിലാണ് ഈ കേസ് വന്നത്. എല്ലാവരും അവർക്ക് ബോധ്യപ്പെട്ടു ഇത് മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ടെൻഷനാണ് എല്ലാ മൈക്ക് സെറ്റുകാരും എൻ്റെ അടുത്ത് പറയുന്നത്. ഇനി ഹൗളിങ്ങിന് കേസ് എടുക്കുമെന്ന് അറിഞ്ഞുകൂടാ എല്ലാവരും. ഇനി അത് നിയമ പ്രാബല്യത്തിൽ വരുമെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കായിക്കോളും. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സാർ. വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ. നിങ്ങളാണ്